Hi all, welcome back. Get tuned ET202 DC Machines and Transformers തേർഡ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചർ സീരീസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി മോട്ടോഴ്സ്. അതായത് ഡി സി മോട്ടോഴ്സ് നമുക്കറിയാം, ഷണ്ട് മോട്ടർ ഉണ്ട്, സീരീസ് മോട്ടർ ഉണ്ട്, കോമ്പൗണ്ട് മോട്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ അപ്ലിക്കേഷൻ ഓഫ് ഡി സി മോട്ടർ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. Now, generally, DC motor characteristics എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാം 3 ടൈപ്പ് ഡി സി മോട്ടർ ഉണ്ട്. ഏതൊക്കെ? ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ. ഓക്കെ, ഇതിൽ ഷണ്ടും സീരീസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. അതായത് ഷണ്ടിലാണെങ്കിൽ അത് പാരലൽ ആയിട്ട് ആർമേച്ചറിന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ല സീരീസ് ആണെങ്കിൽ ആർമേച്ചർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ദേ ആർ വൗണ്ട് ഓൺ ദി കോർ ഓഫ് ഈച്ച് പോൾ ഓഫ് ദ മോട്ടർ. അത് നമ്മളുടെ കോറിൽ വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി കോമ്പൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ട് സെപ്പറേറ്റ് ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ട്. അത് ഓരോ പോളിന്റെ കോറിൽ അതും വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി പെർഫോമൻസ് ഓഫ് ഡി സി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് നോക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ 3 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കിനെ ആർമേച്ചർ ടോർക്കിനെ ടി എന്നായിട്ടും ആർമേച്ചർ കറന്റിനെ ഐ എന്നായിട്ടും ഇടും. ഓക്കെ, അപ്പോൾ ആർമേച്ചർ ടോർക്കും ആർമേച്ചർ കറന്റും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് വൺ. ദെൻ സ്പീഡ് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്നും ഐ ഇവിടെ ക്യാപിറ്റൽ ആണ് കേട്ടോ. ദെൻ സ്പീഡ് ആൻഡ് എന്താണ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം അറിയാം, വാട്ട് ഈസ് ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കർവ് ബിറ്റ്വീൻ ആർമേച്ചർ ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് ഓഫ് എ ഡി സി മോട്ടർ. ഇതിനെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി മോട്ടർ എന്ന് പറയും. അപ്പോൾ ആർമേച്ചർ ടോർക്കും ആർമേച്ചർ കറന്റും തമ്മിലുള്ള കർവിനെ പറയുന്ന പേരാണ് ആർമേച്ചർ കറന്റ് ടോർക്ക് ആർമേച്ചർ കറന്റ് ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. നെക്സ്റ്റ്, സ്പീഡ് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. It is the curve between speed, that is N, and armature current IA of a DC motor. അപ്പോൾ സ്പീഡും ആർമേച്ചർ കറന്റും തമ്മിലുള്ള കർവിനെ പറയുന്ന പേരാണ് സ്പീഡ് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് characteristics as it is often the deciding factor in the selection of the motor for a particular application. അപ്പോൾ സ്പീഡും ആർമേച്ചർ കറന്റും ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇതാണ് ഡിസൈഡിങ് ഫാക്ടർ നമുക്ക് ഏത് ഡി സി മോട്ടർ ഏത് അപ്ലിക്കേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് ഇതാക്കാം. തേർഡ് വൺ, സ്പീഡ് ആൻഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ നമ്മൾ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയും. അപ്പൊ എന്തായിരിക്കും സ്പീഡ് ആൻഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കർവ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ആർമേച്ചർ ടോർക്ക് ഓഫ് എ ഡി സി മോട്ടർ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷണ്ട് മോട്ടറാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ ഫിഗർ എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു ഷണ്ട് മോട്ടറിന്റെ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന RSH ആണ് എന്ത് പറയുന്നത്, ഫീൽഡ് വൈൻഡിങ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഈ ISH എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? ഈ RSH ഡയറക്ട്ലി പാരലൽ ടു വോൾട്ടേജ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? ഈ ISH ഓൾവേസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. ബി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് we can say that the field current ISH is constant. Okay, so flux in the shunt motor approximately എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വണ് അതിൽ TA ബാർ IA ക്യാരക്ടറിസ്റ്റിക്സ്. TA ആണ് എന്തായിരുന്നു? ആർമേച്ചർ ടോർക്ക്. IA ആണ് ആർമേച്ചർ കറന്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ we know that in a DC motor TA is directly proportional to 5 into IA. TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ directly proportional to 5 into IA. പക്ഷെ ഒരു ഷണ്ട് മോട്ടറിൽ since the motor is operating from a constant supply ലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഫ്ലക്സ് 5 എന്തായിരിക്കും? ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ നെഗ്ലക്ട് ചെയ്തിട്ട്. So we can say that TA is directly proportional to IA. അപ്പൊ TA IA കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതില് ഷാഫ്റ്റ് ടോർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ we can say that this TA IA characteristic is a straight line passing through the origin. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഷാഫ്റ്റ് ടോർക്ക് എപ്പോഴും എന്താണ്? ആർമേച്ചർ ടോർക്കിനെക്കാട്ടും ലെസർ ആയിരിക്കും. അതാണ് ഈ ഡോട്ടഡ് ലൈൻ ആയിട്ട് എന്ത് ചെയ്തിരുന്നത്, കാണിച്ചിരുന്നത്. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഇപ്പൊ നമുക്ക് ഹെവി ലോഡ് ഉണ്ട് വിചാരിക്കുക. ഹെവി ലോഡ് ഉണ്ടാവുന്ന ടൈം ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഹെവി കറണ്ട് വേണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോഡുള്ള ടൈമിൽ എന്ത് ചെയ്യില്ല, ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യില്ല. cannot be started, should not be started on heavy load. ലോഡ് ഇല്ലാത്ത ടൈമിൽ ഷണ്ട് മോട്ടർ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലോഡൊക്കെ കട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹെവി ലോഡിൽ ഒരിക്കലും ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, നൗ സ്പീഡ് വേഴ്സസ് ഐ എ, അതായത് സ്പീഡ് ഐ എ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ആൻഡ് ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം, the speed end of a DC motor is given by n is directly proportional to EB by 5. അപ്പൊ നമുക്കറിയാം ഇത് ഫ്ലക്സ് ഫൈയും ബാക്ക് EMF EB യും ഒരു ഷണ്ട് മോട്ടറിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ഏത് കണ്ടീഷനിൽ? നോർമൽ കണ്ടീഷനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സ്പീഡ് എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും നോർമൽ കണ്ടീഷനിൽ പറയാൻ പറ്റും. സോ ഓക്കെ, അപ്പൊ ആർമേച്ചർ കറണ്ട് വാരി ചെയ്താൽ പോലും സ്പീഡ് എന്തായിട്ടിരിക്കും, ഇതേപോലെ എ ബി എന്നുള്ള ഡോട്ടർ ലൈനായിട്ട് നിൽക്കും. ഓക്കെ, ബട്ട് സ്ട്രിക്ട്ലി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ലോഡ് ഇൻക്രീസ് ചെയ്യാനനുസരിച്ചിട്ട് ഇ ബിയും ഫൈയും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഡ്യൂ ടു എന്തുകൊണ്ടാണ്, ഇവിടെ ഐ എ ആർ എ എന്ന് പറഞ്ഞിട്ട് ടേം ഉണ്ട്, അതിലൊരു ആർ എ അല്ലേ ആർമേച്ചർ റെസിസ്റ്റൻസ്. അപ്പൊ അവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും ഐ എ കാരണം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതുപോലെ ആർമേച്ചർ റിയാക്ഷൻ കൂടി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇ ബിയിൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇ ബി ഡിഗ്രീസ് സ്ലൈറ്റ്ലി മോർ ദാൻ 5. അപ്പൊ ഇ ബി ഈ വി മൈനസ് ഐ എ ആർ എനെക്കാട്ടും കൂടുതലായിട്ട്, കുറച്ച് കൂടുതലായിട്ട് ഇതാക്കും. അപ്പൊ എന്താണ്, അതിന്റെ സ്പീഡ് സ്ലൈറ്റ് ആയിട്ട് ഡിഗ്രീസ് ചെയ്യും. അപ്പൊ എ സി, ഇതാണ് ശരിക്കും നമ്മൾക്ക് കർവ് വരാം. അപ്പൊ സ്പീഡ് വേഴ്സസ് ഇതിൽ സ്പീഡാണ്, ഇതിൽ ആർമേച്ചർ കറണ്ട് ആണ്. അപ്പൊ ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നോർമൽ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ നമ്മളെ ലോഡൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതേപോലത്തുള്ള ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും. അതിനുള്ള കാരണം എത്ര ഉള്ളൂ, ഇ ബി ഇസിക്കൽ വി മൈനസ് ഐ ആർ എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യാനനുസരിച്ചിട്ട് അവിടെ ഒരു ആർമേച്ചർ റെസിസ്റ്റൻസിന് ഡ്രോപ്പ് ഉണ്ടാവും. അതുപോലെ ഫൈയും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പക്ഷെ ഫൈനെക്കാട്ടും കൂടുതൽ ആരാണ് ഡിക്രീസ് ചെയ്യുക, ഇ ബി ആണ് ഡിക്രീസ് ചെയ്യുക. ഓക്കെ, ഇനി സ്പീഡ് ആൻഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്റെ കർവാണ് കാണിച്ചിരുന്നത്. അപ്പൊ ടോർക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കുറയും, സ്പീഡും കുറയും. ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അത്ര ഇതിൽ പറയുന്നുള്ളൂ. ഇനി കൺക്ലൂഷൻ. Following two important conclusions are drawn from the above characteristics. There is slight change in the speed of a shunt motor from no load to full load. Hence, it is essentially a constant speed motor. ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവും, നോ ലോഡ് ഫുൾ ലോഡിലോട്ട് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് ടോർക്ക് is not high because TA is directly proportional to IA. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മ. Now characteristics of series motor. അപ്പൊ characteristics of shunt motor കഴിഞ്ഞു. അപ്പൊ characteristics of series motor ആദ്യം അവർ എന്ത് ചെയ്യുന്നു, ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറയേണ്ടത് the current passing through the field winding is the same as the armature current. So if the mechanical load on the motor increases, the armature current also increases. അപ്പൊ എന്താണ്, സീരീസ് ഫീൽഡിലുള്ള കറണ്ട് എന്ത് ചെയ്യും, increase ചെയ്യും. അവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. Hence the flux in a series motor increases with increase in armature current and vice versa. അപ്പോൾ ആർമേച്ചർ കറണ്ട് റെഡ്യൂസ് ചെയ്യാനെങ്കിൽ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും. പക്ഷെ ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യാനനുസരിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. Therefore ടി എ ബാർ ഐ എ, ടി എ എന്തായിരുന്നു, ആർമേച്ചർ ടോർക്ക്, ഐ എ എന്തായിരുന്നു, ആർമേച്ചർ കറണ്ട്. അപ്പൊ ആർമേച്ചർ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. We know that TA is directly proportional to phi into IA. In this case, we can say that TA is directly proportional to phi into IA. Up to magnetic circuit saturation, phi is directly proportional to IA, so that TA is directly proportional to IA square. അതായത് മാഗ്നറ്റിക് സാച്ചുറേഷൻ, അപ് ടു മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്താണ്, phi is directly proportional to I ആണ്. അപ്പോ നമുക്ക് എന്ത് പറയാം, ഇവിടെ കണ്ടില്ലേ, ടി എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 into ഐ എ പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു മാഗ്നറ്റിക് സാച്ചുറേഷൻ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണ്. സോ ടി എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ എന്ന് പറയും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ആഫ്റ്റർ മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്താണ്, ഫൈ കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ടി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ. അപ്പോ മാഗ്നറ്റിക് സാച്ചുറേഷൻ വരെ ഫൈയും ഐ എയും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഐ എ സ്ക്വയർ ആയിട്ട് വരും. മാഗ്നറ്റിക് സാച്ചുറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫൈ കോൺസ്റ്റന്റ് ആവുന്നതുകൊണ്ട് ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ. ഇത്രയും പോയിന്റ് ഇത് രണ്ടും നോക്കിയില്ല. Thus up to magnetic saturation,
The armature torque is directly proportional to the square of the current. If IA is doubled, TA is almost quadrupled. ഈ പറഞ്ഞ കാര്യം എന്താണ് മാഗ്നറ്റിക് സാച്ചുറേഷൻ വരെ ആർമേച്ചർ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് സ്ക്വയർ ഓഫ് ദ ആർമേച്ചർ കറന്റ്. Therefore, TA curve up to magnetic saturation is a parabola. അപ്പോൾ up to magnetic saturation വരെ എന്തായിരിക്കും? It is a parabola. That is portion OA. OA വരെ എന്തായിരിക്കും? Parabola ആയിരിക്കും. However, after magnetic saturation, torque is directly proportional to the armature current. Therefore, TA bar IA curve after magnetic saturation is a straight line. അപ്പോൾ ഇവിടുന്ന് ഇതേവരെ പരാബോള വന്നിട്ട് ഇവിടുന്ന് പിന്നെ എന്തായിരിക്കും? AB എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോർക്ക് IA ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ഷണ്ട് മോട്ടറിന്റെ കേസിൽ. ഇവിടെ അപ് ടു OA വരെ എന്താണ് IA സ്ക്വയർ വരുന്നോണ്ട് പരാബോള ആവും. അവിടുന്ന് രണ്ടും പ്രൊപ്പോർഷണൽ ആവണോണ്ട് എന്താവും? സ്ട്രെയിറ്റ് ലൈൻ ആവും. It may be seen that in the initial portion of the curve up to magnetic saturation, that is TA is directly proportional to this. This means the torque of a DC series motor will be very high as compared to the shunt motor. Our torque on the DC motor എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. Next one is speed versus armature current characteristics. The speed of a series motor is given by N is directly proportional to EB into phi, EB by phi ആണെന്ന് അറിയാലോ, where EB is equal to V minus IA into നേരത്തെ R ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ് RA plus RC അല്ലേ. അപ്പോൾ when the armature current increases, armature current increase ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? The back EMF ED അല്ല EB ആണ് കേട്ടോ, ഇത് ആ പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. The back EMF EB decreases due to IA into RA plus RC അല്ലെ. ഇവിടെ IA into RA plus ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡ്രോപ്പ് കൂടും. അപ്പൊ ഈ പറയുന്ന EB എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, while the flux increases, അപ്പൊ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, EB എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. However, IA into RA plus RC drop is quite small under normal condition and may be neglected. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഈ IA into RA plus RC എന്ന ഡ്രോപ്പ് എന്താണ് വളരെ സ്മോൾ ആണ് നോർമൽ കണ്ടീഷനിൽ. അപ്പൊ നമുക്ക് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ N is directly proportional to 1 by 5 എന്ന് പറയാം, or it is directly proportional to 1 by IA up to magnetic saturation. Thus, up to magnetic saturation, N by N speed bar IA curve follows the hyperbolic path as shown in the 4.19. After saturation, flux becomes constant. So does the speed. അപ്പൊ ഇങ്ങനെ വരും അതിന്റെ കർവ്. ഓക്കെ, ഇനി സ്പീഡ് വേഴ്സസ് TA characteristics. The speed TA characteristics, TA ആണ് armature torque of a series motor is shown in the figure 4.20. It is clear that series motor develops high torque at low speed. Low speed എന്താണ്? ഹൈ ടോർക്ക് ആണ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഇവിടെ ടോർക്ക് കൂടുതലാണ് അല്ലെ. ഇനി ഹൈ സ്പീഡിൽ എന്തായിരിക്കും? ഹൈ സ്പീഡ് ആവുന്ന കണ്ടീഷനിൽ എന്താണ്? ലോ ടോർക്ക് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കോസ് ആൻ ഇൻക്രീസ് ഇൻ ടോർക്ക് റിക്വയർസ് ആൻ ഇൻക്രീസ് ഇൻ ആർമേച്ചർ കറന്റ്. അപ്പോൾ നമുക്ക് എന്താണ്? ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആർമേച്ചർ കറന്റ് വേണം, വിച്ച് ഈസ് ആൾസോ ദ ഫീൽഡ് കറന്റ്. The result is that flux is strengthened and hence the speed drops. Since N is directly proportional to 1 by 5, reverse happens should torque will be low. Okay. അങ്ങനെ 3 important conclusions ആണ് വന്നിട്ടുള്ളത്. It has a high starting torque because initially TA is directly proportional to IA square. High starting torque ആണ്. നേരത്തെ TA directly proportional to IA ആയിരുന്നെങ്കിൽ ഇവിടെ TA directly proportional to IA square ആണ്. അതുകൊണ്ട് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ്. ഇറ്റ് ഈസ് എ വേരിയബിൾ സ്പീഡ് മോഡൽ, ദാറ്റ് ഈസ് N by IA കർവ് നിങ്ങൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് സ്പീഡ് ആസ് എ ലോഡ് ചേഞ്ചസ്. ലോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ N by IA കർവ് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ആയിട്ട് വന്നു കണ്ടില്ലേ. Thus, if the load decreases, its speed is automatically raised and vice versa. അപ്പോൾ ലോഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും, ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയും. At no load, the armature current is very small and so is the flux. Hence, the speed rises to an excessive high value. അപ്പോൾ ഒരു നോ ലോഡ് കണ്ടീഷനിലാണെങ്കിൽ ആർമേച്ചർ കറന്റ് വെരി ലെസ് ആണ്, സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലക്സും എന്താണ്? സ്മോൾ ആണ്. ഓക്കെ, അപ്പൊ ഫ്ലക്സ് ഇവിടെ കുറയുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ സ്പീഡ് എന്ത് ചെയ്യും? എക്സസീവ് ഹൈ വാല്യൂയിലോട്ട് പോകും.
അതെന്താണ് ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ മെഷീൻ. അതുകൊണ്ട് തന്നെ മെഷീൻ എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. സോ എന്ത് ചെയ്യും, therefore a series motor should never be started at no load. ഒരു കാര്യം ശ്രദ്ധിക്കുക, സീരീസ് മോട്ടോർ ഒരിക്കലും നോ ലോഡ് കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മെഷീൻ സ്റ്റാബിലൊക്കെ സീരീസ് മോട്ടറിന്റെ ലോഡ് ടെസ്റ്റ് പറയുമ്പോൾ സർട്ടൻ ലോഡിലോട്ട് എന്ത് ചെയ്യണം, ലോഡ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കാം, ഒരു സീരീസ് മോട്ടോർ കണ്ടീഷനിൽ, നോ ലോഡ് കണ്ടീഷനിൽ ആർമേച്ചർ കറന്റ് വളരെ സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലക്സും വളരെ സ്മോൾ ആയിരിക്കും. ഫ്ലക്സ് സ്മോൾ ആകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആയതുകൊണ്ട് എന്തായിരിക്കും, സ്പീഡ് എക്സസീവ് ആയിട്ട് ഇനീഷ്യൽ കണ്ടീഷനിൽ കൂടും. അപ്പൊ നോ ലോഡ് കണ്ടീഷനിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. However, to start a series motor, mechanical load is first put and then the motor is started. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് മെക്കാനിക്കൽ ലോഡ് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Note, the minimum load on a DC series motor should be greater enough to keep the speed within the limits. If the speed becomes dangerously high, then motor must be disconnected from the circuit. അപ്പൊ ലോഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞാണ്, ലോഡ് കൊടുക്കുന്ന പറയുന്നത് എന്താണ്, ഈ സ്പീഡ് ലിമിറ്റിനനുസരിച്ചിട്ട് ഒരു ലിമിറ്റിൽ എത്തുന്ന രീതിയിലുള്ള ലോഡ് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മോട്ടർ എത്രയും പെട്ടെന്ന് കത്തിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യണം. കോമ്പൗണ്ട് മോട്ടോഴ്സ്. ഓക്കെ, കോമ്പൗണ്ട് മോട്ടറിന് നമുക്കറിയാം സീരീസ് വൈൻഡിങ് ഉണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, അല്ലെ. ഇതിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എപ്പോഴും സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനെക്കാളും എന്തായിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് മോട്ടർ നമുക്ക് രണ്ട് ടൈപ്പ് പറയാം. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ ഇൻ വിച്ച് സീരീസ് ഫീൽഡ് എയ്ഡ്സ് ദ ഷണ്ട് ഫീൽഡ്. അതായത് സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡിനെ എയ്ഡ് ചെയ്യണതിനനുസരിച്ചിട്ട് പറയാം, അതായത് ആഡപ്പ് ചെയ്യണ പോലെ. അല്ലെങ്കിൽ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോഴ്സ് ഇൻ വിച്ച് സീരീസ് ഫീൽഡ് ഒപ്പോസസ് ദ ഷണ്ട് ഫീൽഡ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് മോട്ടറിനെ പറ്റി പറയാൻ പറ്റും. ഒന്ന് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡിനെ ആഡപ്പ് ചെയ്യും. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോഴ്സ് ആർ റയർലി യൂസ്ഡ് due to their poor torque characteristics at a heavy load. ഹെവി ലോഡിൽ പുവർ ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയതുകൊണ്ട് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോഴ്സ് വളരെ റയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. Now we are moving to characteristics of cumulative compound motors. Okay, അപ്പോൾ നമ്മൾ cumulative compound motorsന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്കാണ് നീങ്ങുന്നത്. So figure 2.1 shows connection of a cumulative compound motor. Each pole carries a series as well as a shunt field winding. This series field winding will aid the shunt field. Now, torque bar, armature torque bar, armature current characteristics. As the load increases, the series field increases, but shunt field strength remains constant. നമുക്കറിയാം സീരീസ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഷണ്ട് ഫീൽഡ് എന്ത് ചെയ്യും, സ്ട്രെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. Consequently, total flux is increased and hence the armature. ഇവിടെ സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡിനെ എയ്ഡ് ചെയ്യണോണ്ട് എന്ത് ചെയ്യും, ടോട്ടൽ ഫ്ലക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം TA is directly proportional to phi into IA. It may be noted that the torque of a cumulative compound motor is greater than that of a shunt motor of a given armature current due to series field. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും, ഷണ്ട് എങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വാരി ചെയ്ത് പോകും. നെക്സ്റ്റ്, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്. As explained above, the lead increases, the flux per pole also increases. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലക്സ് പെർ പോൾ ഇൻക്രീസ് ചെയ്യും. കോൺസിക്വന്റ്ലി ദ സ്പീഡ് ഈസ്, നമുക്കറിയാം സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ലോഡ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഫ്ലക്സ് കോസസ് ദ സ്പീഡ് ഓഫ് ടു ഡിക്രീസ് മോർ ദാൻ ദാറ്റ്സ് ദ സ്പീഡ് ഓഫ് എ ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടോർ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നത് എന്താണ്, ഇങ്ങനെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് അത് റെഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, രണ്ടും, അതായത് സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡും കൂടി എയ്ഡ് ചെയ്യണോണ്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ കുറയും. അതായത് കോൺസ്റ്റന്റ് ഒരു ചെറിയൊരു കർവ് ആയിട്ടാണ് വരിക. Thus the speed regulation of a cumulative compound motor is poorer than that of a shunt motor. അപ്പോൾ സ്പീഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഷണ്ട് മോട്ടറിനെക്കാട്ടിയും എന്താണ്, പൂവറാണ്. Due to shunt field, the motor has a definite no load speed can be
ഓപ്പറേറ്റഡ് സേഫ്ലി ആയിട്ട് നോ ലോഡ്. പക്ഷെ നമുക്ക് ഒരു ഷണ്ട് ഫീൽഡിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോ ലോഡിൽ സേഫ്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്പീഡ് വേഴ്സസ് ആർമേച്ചർ ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് സ്പീഡ് വേഴ്സസ് മറ്റത് നമ്മൾ എന്തായിരുന്നു ഇങ്ങനെയാണ് കണ്ടിരുന്നത് അല്ലെ. ഷണ്ട് മോട്ടോർ നിങ്ങൾ ഇങ്ങനെയല്ലേ കണ്ടിരുന്നത്. ഇവിടെ എന്താണ് വരുന്നത്, ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരും. അതായത് for a given armature current, the torque of a cumulative compound motor is more than that of a shunt motor, but less than that of series motor. സീരീസ് മോട്ടർ ആണെങ്കിൽ എങ്ങനെ വന്നിരുന്നത്, ഇങ്ങനെ വന്നിരുന്നത്. പക്ഷെ ഷണ്ട് മോട്ടർ ആണെങ്കിൽ അത് ഇങ്ങനെ വന്നിരുന്നത്. പക്ഷെ അതിന്റെ രണ്ടിനും കൂടി ഒരു മിശ്രിതമായിട്ട് ഇങ്ങനെ വരും. പക്ഷെ ഷണ്ട് മോട്ടറിനെക്കാട്ടും മോശമാണ് അതിൻ്റെത് കർവ്, പക്ഷെ സീരീസ് മോട്ടറിനെക്കാട്ടും ബെറ്റർ ആണ്. അപ്പൊ രണ്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത് പറയാൻ പറ്റും. അത് പറയുന്നത് കോമ്പൗണ്ട് മോട്ടർ ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഷണ്ട് മോട്ടർ ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ സീരീസ് മോട്ടർ. അതായത് ഈ ആർമേച്ചർ ടോർക്ക് ഓഫ് എ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് മോട്ടറിനെക്കാട്ടും കൂടുതലായിരിക്കും, ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ സീരീസ് മോട്ടർ. കൺക്ലൂഷൻ: എ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് ഷണ്ട് മോട്ടോഴ്സ്. ഷുവർ ആണ്, സീരീസ് ഐഡപ്പ് ചെയ്യുന്നുണ്ട്. സീരീസിന്റെ ഷണ്ടിന്റെ ഇടയിലുള്ള ഒരു പാറ്റേണിലാണ് ഇത് നിൽക്കുക. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഷണ്ട് ഫീൽഡ് ദ മോട്ടർ ഇസ് പ്രിവെന്റഡ് ഫ്രോം റണ്ണിങ് എവേ അറ്റ് നോ ലോഡ്. അപ്പൊ നോ ലോഡിൽ നമ്മൾ സീരീസ് മോട്ടറിൽ റൺ ആ ഒരു പ്രോബ്ലം ഇവിടെ ഷണ്ട് ഫീൽഡ് ഉള്ളതുകൊണ്ട് ഇല്ല. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സീരീസ് ഫീൽഡ് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇസ് ഇൻക്രീസ്ഡ്. ഇനി സീരീസ് ഫീൽഡ് ഉള്ളതുകൊണ്ടോ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Now comparison of three types of motors. മൂന്ന് മോട്ടോഴ്സും തമ്മിലുള്ള കമ്പാരിസൺ. നമ്മൾ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് സംസാരിച്ചിട്ട് ക്യുമുലേറ്റീവ് കോമ്പൗണ്ടുകൾ നിർത്തുകയാണ് ചെയ്തത്. ദ സ്പീഡ് റെഗുലേഷൻ ഓഫ് എ മോട്ടർ ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് എ സീരീസ് മോട്ടർ. അപ്പൊ ഒരു ഷണ്ട് മോട്ടറിന്റെ സ്പീഡ് റെഗുലേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീരീസ് മോട്ടറിനെക്കാട്ടി കൂടുതൽ പറയാൻ പറ്റും. ഇത് നോക്കി നോക്കിയേ, നമ്മൾ നോക്കിയില്ലേ, ഷണ്ടിന്റെ ആണെങ്കിൽ ഇങ്ങനെ വന്നു, കോമ്പൗണ്ട് ആണെങ്കിൽ ഒന്നുകൂടി ചെറിയ കർവ് ഉണ്ട്, അവർ സ്ട്രൈറ്റ് ആയിട്ട് കാണിച്ചത്. സീരീസ് ഇങ്ങനെ വന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്പീഡ് റെഗുലേഷൻ ഓഫ് എ shunt motor is better than that of a series motor. However, the speed regulation of a cumulative compound motor lies between shunt and series field. അല്ലെ, കോമ്പൗണ്ട് ഷണ്ടിന്റെ സീരീസിന്റെ ഇടയിലാണ് ഇട്ടുള്ളത്. For a given armature current, the starting torque of a series motor is more than that of a shunt motor. ഒരു given armature current സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സീരീസ് മോട്ടർ ആണ് എന്ത് കൂടുതലുള്ളത് അല്ലെ, ഒരു ഷണ്ട് മോട്ടറിനെക്കാട്ടി കൂടുതലുള്ളത്. ഇനി സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് കോമ്പൗണ്ട് മോട്ടർ ആണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ലൈ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ബോത്ത് ഷണ്ട് ആൻഡ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സ് ഹാവ് എ ഡെഫിനിറ്റ് നോ ലോഡ് സ്പീഡ്. ഇനി ഷണ്ട് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറിനും ഡെഫിനറ്റ് ആയിട്ടൊരു നോ ലോഡ് സ്പീഡ് ഉണ്ട്. ബട്ട് സീരീസ് മോട്ടർ എന്താണ്, ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ് ആയിട്ട് എന്ത് ചെയ്യും, നോ ലോഡ് പോകും. ഒരു നോ ലോഡിൽ ഡെഫിനറ്റ്ലി ഒരു നോർമൽ സ്പീഡിൽ നമുക്ക് ഷണ്ടും ക്യുമുലേറ്റീവും വർക്ക് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ പോലും സീരീസ് മോട്ടർ എന്ത് ചെയ്യും, ഡേഞ്ചറസ് ആയിട്ട് നോ ലോഡ് സ്പീഡിൽ കയറി പോകും. അതുകൊണ്ട് തന്നെ സീരീസ് മോട്ടറിൽ നോ ലോഡിൽ നമുക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ there should be some mechanical load in order to limit the speed of the motor. അപ്പൊ അത് ഓർമ്മ വേണം കേട്ടോ. ഇതാണ് മൂന്ന് നമ്മുടെ കമ്പാരിസണിൽ മൂന്ന് പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. അത് നമ്മൾ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സിന്റെ കമ്പാരിസൺ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. സോ വി ആർ മൂവിങ് ടു അപ്ലിക്കേഷൻ ഓഫ് DC മോട്ടർ. അപ്പോൾ എന്തൊക്കെ ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടറാണ് ഈ സ്ലൈഡിൽ അടുത്ത കൂടുതൽ കോമൺ മോട്ടർ. അപ്പൊ ഷണ്ട് മോട്ടർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് സ്പീഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടൊക്കെ റിമെയിൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വേണം ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് അവിടെ യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ ലോഡ് ഹാസ് ടു ബി ഡ്രിവൺ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എടുത്തതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. 10B അല്ല, 2B ആണ് എപ്പോഴും ആലോചിക്കട്ടെ. Where the load has to be driven at a number of speeds and any one of which is required to remain fairly constant. അതായത് നമുക്ക് പല വേരിയബിൾ സ്പീഡിൽ പല സ്പീഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ മിക്സി 0-ൽ നിന്ന് 1-ൽ കിട്ടും. അപ്പൊ ആ 1-ൽ കുറെ നേരം കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അവിടെ വാരി ചെയ്യുന്നില്ല, നമ്മളാണ് വാരി ചെയ്യുന്നത്. അപ്പൊ where the load has to be driven at a number of speeds and any one of the pitches, അതാണ് അതിന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റും. അപ്പൊ ഇൻഡസ്ട്രിയൽ യൂസ് പറഞ്ഞാൽ ലെയ്ത്ത്, ഡ്രില്ല്, ബോറിംഗ് മീൻസ് നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നല്ലാണ്ട് മിക്സ് AC മിക്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അങ്ങനത്തെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. Shapers, spinning, weaving machines, etc. Series motor. It is a variable speed motor. The speed is low at high torque. High torque speed low ആയിരിക്കും. അതുപോലെ low torque സ്പീഡ് കൂടുതലായിരിക്കും. Therefore, at light or no load, the motor tends to attain dangerously high speed. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നോ ലോഡ് കണ്ടീഷനിൽ ഡേഞ്ചറസ്ലി സ്പീഡ് കൂടും.
So metal has a starting torque. It is therefore used where large starting torque is required. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് റിക്കവർ ചെയ്തോട്ടേ നമുക്ക് ഒന്ന് യൂസ് ചെയ്യാം. അത് എവിടെയൊക്കെയാണ്? എലിവേറ്റേഴ്സ്, അതായത് ലിഫ്റ്റ്, അതുപോലെ ഇലക്ട്രിക് ട്രാക്ഷൻ, അതേപോലെ where the load is subjected to heavy fluctuations and the speed is automatically required to reduce at a high torques and vice versa. അതുപോലെ ഹൈ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, അപ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ചെയ്ത് പോകണം. അത് ഇൻഡസ്ട്രിയൽ യൂസ് ആണ്. ഇലക്ട്രിക് ട്രാക്ഷൻ, ട്രെയിന്, എലിവേറ്റേഴ്സ്, എയർ കംപ്രസർ, വാക്യൂം ക്ലീനേഴ്സ്, ഹെയർ ഡ്രയർ, സ്റ്റീമിംഗ് മെഷീൻസ് എക്സെട്രയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്യും. കോമ്പൗണ്ട് മോട്ടോർ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർസ് ആർ റയർലി യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് റയർലി യൂസ് ചെയ്യും. കാരണം എന്താണ്? അതിന് പുവർ ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. However, cumulative compound motors are used where a fairly constant speed is required with irregular loads or suddenly applied heavy loads. അതായത് ഇറഗുലർ ലോഡ്സ്, സഡൻലി ഹെവി ലോഡ്സ്, എന്നാൽ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡ് വേണം. അങ്ങനത്തെ അതായത് പ്രസ്സസ്, ഷിയേഴ്സ്, റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ് യൂസ് ചെയ്യും.